വയനാട് ടൗൺഷിപ്പിൽ നിന്നും പിൻവലിച്ച ഉദ്യോഗസ്ഥർക്ക് പകരം നിയമനം നൽകാതെ സംസ്ഥാന സർക്കാർ. നിർമ്മാണത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിച്ചിരുന്ന കിഫ്കോൺ ഉദ്യോഗസ്ഥരെയാണ് ഒരാഴ്ച മുൻപ് മാറ്റിയത്. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറെ മാറ്റിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. കൃത്യമായ മേൽനോട്ടം ഇല്ലാത്തതിനാൽ നിർമ്മാണം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. നിർമ്മാണം ഇടയുന്നതിൽ ദുരന്ത ബാധിതർക്കിടയിൽ ആശങ്കയുമുണ്ട്. വളരെ അധികം ആശങ്കയിലാണ്. രണ്ടാം ഘട്ടത്തിലുള്ള ആളുകൾ പറയുന്നത് പിന്നെ നറുക്കിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് അവരെ വീട് ഏതാണെന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ അതിനനുസരിച്ച് വർക്കുകൾ നടക്കുന്നതിനനുസരിച്ച് തീരുന്നതിനനുസരിച്ച് ഞങ്ങൾ കയറി കൂടാമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ അരുൺകുമാർ സാറാണ് ഇവിടെ ഇത് മൊത്തം മേൽനോട്ടം വഹിച്ചത്. അത് CEO ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. പുള്ളിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഇതുവരെ പകരം ഒരാളെ വെച്ചിട്ടില്ല. അതുപോലെ തന്നെ കിഫ്കോണിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ എഞ്ചിനീയർമാരെ ഉൾപ്പെടെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഈ നാഥനില്ലാത്ത ഒരു കളരി പോലെയായി ഇപ്പോൾ ഈ ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം. നിർമ്മാണ പ്രവർത്തനം പല സ്റ്റേജുകളിലാണ്. നമുക്ക് അങ്ങനെ കാത്തിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ സെപ്റ്റംബറോട് കൂടിയൊക്കെ രണ്ടാം ഘട്ടം കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഇങ്ങനെ പോയാൽ സെപ്റ്റംബറിലും കിട്ടൂല. മുബാറക്ക് വിവരങ്ങളുമായി ചേർന്നു. മുബാറക്ക്, ഗുഡ് മോർണിംഗ്. ഈ ദുരന്തബാധിതർ അവരുടെ ആശങ്കകൾ പറയുന്നത് നമ്മൾ കേട്ടു. എന്താണ് സർക്കാർ തലത്തിൽ നിന്ന് ഈ വിഷയത്തിലുള്ള വിശദീകരണം? സേതു, ഗുഡ് മോർണിംഗ്. ഈ സർക്കാർ തലത്തിൽ നിന്ന് യാതൊരുവിധ വിശദീകരണവും ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതായത് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പിൽ നിർമ്മാണമൊരുക്കുന്ന ഈ വീടുകളുടെ രണ്ടാം ഘട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ മേൽനോട്ട ചുമതലകൾ നിർവഹിച്ചിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ അരുൺ JO അദ്ദേഹത്തെ കഴിഞ്ഞ മാസം, അതായത് ഒരു മാസം മുൻപാണ് ഈ സ്ഥാനത്ത് നിന്നും സ്ഥലം മാറ്റുന്നത്. അതിനുശേഷം ഇത്രയും നാൾ പിന്നിട്ടിട്ടും അതായത് ഒരു നിയമനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. കൂടാതെ കഴിഞ്ഞയാഴ്ച ഇതിൻ്റെ പ്രധാന ചുമതല, അതായത് ഈ സർക്കാർ നിർവഹണ ഏജൻസി ആയിട്ടുള്ള കിഫ്കോണിൻ്റെ നിർമ്മാണ ചുമതലകൾ നോക്കിക്കൊണ്ടിരുന്ന, അതായത് പ്രൊജക്ട് മാനേജർ, ക്വാളിറ്റി കൺട്രോളർ എഞ്ചിനീയർമാർ, സൈറ്റ് സൂപ്പർവൈസർമാർ, അങ്ങനെ അടങ്ങിയിട്ടുള്ള 4ഓളം പേരെ കഴിഞ്ഞയാഴ്ചയും സ്ഥലം മാറ്റുകയുണ്ടായി. അതിൽ ഒരു നിയമനം ഇത്രയും നാളായിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി പറയുന്ന കാര്യം. അതായത് ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ തുടക്കകാലം മുതൽക്കേ ഇവർ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിച്ചു വന്നിരുന്നവരാണ്. ഇവർക്ക് ടൗൺഷിപ്പിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള, അതായത് എല്ലാ വീടുകളുടെയും അവിടെ നടന്നിട്ടുള്ള വർക്കുകൾ, അതിൻ്റെ പുരോഗതികൾ, എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന ഉദ്യോഗസ്ഥരാണ്. ഇവരെ സ്ഥലം മാറ്റുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആ സ്ഥാനത്തേക്ക് പുതിയ ആളുകളെ നിയമിക്കാത്തതിലാണ് ഈ ദുരന്തബാധിതർക്ക് ഇപ്പോൾ ആശങ്കയുള്ളത് എന്നുള്ളതാണ്. നമ്മളോട് ഈ ദുരന്തബാധിതർ സംസാരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം അവർ പറയുന്നത്, അതായത് ഈ വരുന്ന സെപ്റ്റംബറിലേക്കായിരുന്നു രണ്ടാം ഘട്ടം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറാം എന്ന് സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ ഇങ്ങനെ പോകുന്ന സാഹചര്യമാണെങ്കിൽ ഒരു പക്ഷേ ആ സമയത്തേക്ക് പണി തീർക്കാൻ കഴിയില്ല. അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ ഇനിയും നീളുന്ന സാഹചര്യം ആണ് മുൻപിലുള്ളത് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതായത് ഈ നിയമനം നടക്കാത്ത അല്ലെങ്കിൽ പിൻവലിച്ച തസ്തികകളിലേക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തേക്ക് ഉടൻ തന്നെ ആളുകളെ നിയമിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ കുറേ നാളുകളായി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇവർ പറയുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ മഴയടക്കമുള്ള കാര്യങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നു. കാരണം കാലവർഷം കടുത്തു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങളെ അതെല്ലാം ബാധിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിലെല്ലാം സെപ്റ്റംബറിൽ തന്നെ നിർമ്മാണങ്ങൾ പൂർത്തിയാകുമോ? ദുരന്തബാധിതർ അവരുടെ ആശങ്കകൾ പങ്കുവെക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മുബാറക്ക്.